ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ സമയത്തേക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ സമയത്തേക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാം, അപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരുടെയും വീട്ടിലും ഉരുളക്കിഴങ്ങ് ഉണ്ടായിരിക്കും. ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പെട്ടെന്നൊരു മെഴുക്ക് പുരട്ടി രുചികരമായിട്ടുണ്ടാക്കാം എന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണ്, അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണെന്ന്. ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി. ഇനി ഒരു 3 സ്പൂണ് എണ്ണ ഞങ്ങളതിലേക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി അതിനകത്തോട്ട് അല്പം കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. എണ്ണ പൊട്ടി. ഇനി നമുക്ക് ഈ 3-4 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ഏകദേശം ഒന്ന് ചുമന്ന്. ഇനി അതിനകത്തോട്ട് 7-8ഓളം ചെറിയ ഉള്ളിയാണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ 1-2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കറിവേപ്പില, അല്പം കറിവേപ്പില, ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് കറിവേപ്പില എല്ലാ കറിയിലും ഇടുന്നത് എന്തുകൊണ്ടാണ്. എല്ലാവരും അതെടുത്ത് കളയും. ആദ്യം എടുത്ത് മാറ്റുന്നത് കറിവേപ്പിലയാണ്. പക്ഷേ കറിവേപ്പില ഗുണമുള്ളതാണ്. നമ്മളുടെ പല കൊളസ്ട്രോൾ വരെ മാറാൻ കറിവേപ്പില സഹായിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കാം. അതുകൂടാതെ ഈ പച്ച കറിവേപ്പില അതിനകത്ത് ഇട്ട് നമ്മളിങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് ശകലം മഞ്ഞൾ പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഇനി നമുക്ക് അതിൽ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് 3 ഉരുളക്കിഴങ്ങ്, ഒരു സാമാന്യം തെറ്റില്ലാത്ത 1/2 കിലോയോളം വരുന്ന ഉരുളക്കിഴങ്ങാണ്. അതുകൊണ്ട് നമുക്കിതും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. നല്ല ഭംഗിയായിരിക്കുന്നു, കാണാൻ നല്ല രസമുണ്ട്.